ഹായ്, എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ. എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും ഇരിക്കുന്നോ? ഇവിടെയും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. ഞാനിപ്പോൾ ഇച്ചിരി നടന്നിട്ട് വന്നതാണ്. അപ്പം എന്തുണ്ട്? പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഇന്നലെ കമൻറ്റിൽ എനിക്ക് മഞ്ജു എന്നും പറഞ്ഞ ഒരാടെ ഒരു കമൻറ്റ് വന്നു കേട്ടോ. കമൻറ്റ് എൻ്റെ നേരത്തെ വീഡിയോ കണ്ട് കമൻറ്റൊക്കെ ഇടയ്ക്കൊക്കെ ഇടും, ഇടയ്ക്ക് ഇടാറില്ല. ചിലർക്ക് ഞാൻ പറയില്ല കമൻറ്റ് ഇടുന്നത് ടൈപ്പ് ചെയ്യാൻ അവർക്ക് മടിയായിരിക്കുമെന്ന്. അപ്പോൾ ഈ മഞ്ജു ഇപ്പം എൻ്റെ കയ്യിലുള്ള മുള്ളു കൊണ്ടില്ലേ, അത് കണ്ടതുകൊണ്ട് പുള്ളിക്കാരി ഒരു മെസ്സേജ് ഇട്ടതാ. ഈ മഞ്ജു ആണെങ്കിൽ ഒന്ന് വീണപ്പം കയ്യിലെന്തോ കൊണ്ട് കയറിയതുപോലെ പുള്ളിക്കാരിക്ക് തോന്നി. ആ മുറിവ് മരുന്നൊക്കെ വെച്ച് കെട്ടി മുറിവ് അങ്ങ് കരിഞ്ഞു. പിന്നെ 2 വർഷം കഴിഞ്ഞോണ്ടേ അതേ ഭാഗത്ത് വേദനയുണ്ട്. അകത്തുനിന്ന് എന്തോ ഇങ്ങനെ ഒരു വീർത്തിങ്ങനെ ഇരിക്കുന്നു. പിന്നെ അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്തോണ്ട് എന്തോ ഇതുപോലൊരു മുള്ളായിരുന്നെന്ന്. 2 വർഷം വരെ അതിരുന്നു. ഈ മുള്ളൊക്കെ താണ്ടിപ്പം അജിതേച്ചിയും പറയുന്നു, അജിതേച്ചി ഇന്നലെ പൊടിമീനാണ് വാങ്ങിച്ചത്. പൊടിമീൻ ഇങ്ങനെ വെട്ടിയ സമയത്ത് കൈ കൊണ്ട് അത് അതുപോലെ ഇരിപ്പുണ്ടെന്ന്. ഒരിച്ചിരി മതി ഈ സാധനം, അത് ഇരുന്നാൽ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് ഇരുന്ന് പഴുക്കുമെന്നാണ് പറയുന്നത്. പിന്നീട് നമ്മുടെ പ്രീതി ചേച്ചി പറഞ്ഞു കഴിഞ്ഞ, അത് ഇന്നലത്തെ അല്ല അതിന് മുമ്പത്തെ, പുള്ളിക്കാർക്ക് മീനൊക്കെ ഇഷ്ടമാണ്, മക്കൾക്ക് ഇഷ്ടമല്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ മക്കൾ എല്ലാവരും വീട്ടിലെല്ലാവരും കഴിക്കുന്ന ഫുഡ് ഉണ്ടാക്കാനാണെങ്കിൽ അമ്മക്കും സന്തോഷമാണ്. ഇത് ഒരു കൂട്ടർ കഴിക്കും ഒരു കൂട്ടർ കഴിക്കത്തില്ലെങ്കിൽ ഒരു ഇതല്ലേ. അപ്പം മക്കൾ കഴിക്കാത്തതുകൊണ്ട് പുള്ളിക്കാരിയും, എല്ലാ അമ്മമാരും അങ്ങനല്ലേ, മക്കൾക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കും. നമ്മുടെ കാര്യം നമ്മളങ്ങ് മാറ്റി വെക്കും. പിന്നെ മായ ജോസഫ് പറയുക, മീൻ തലയിട്ടെങ്കിലും, ഞാൻ പറഞ്ഞില്ലേ മീനിൻ്റെ തലയിട്ടിട്ടുണ്ടെന്ന്, തലയിട്ടാലും സാരമില്ല ഒരു പ്ലേറ്റിങ് പോരട്ടെന്ന്. അതുപോലെ അഖിൽ പറഞ്ഞു, എന്തു വന്നാലും ചേച്ചി ചൂരയുടെ തലയെങ്കിലും ഇട്ടല്ല കറിക്കകത്ത്, നെയ്മീൻ്റെ തല കളഞ്ഞ ചേച്ചിയെ വേണമല്ലേ എന്ന്. എന്തോ ചെയ്യാൻ, എനിക്ക് നെയ്മീൻ്റെ തല അത്ര ഇഷ്ടമല്ല. എനിക്ക് ആ മീനും ഇപ്പം നിങ്ങൾ പറയോ എന്തോ ഗമയാണ്, ശരിയാ, എനിക്ക് ഇഷ്ടം മത്തി ചൂരയാണ് കൂടുതലും ഇഷ്ടം. പിന്നെ വങ്കടയെ ഇഷ്ടമാണ്, വങ്കടയുടെ തല ഇഷ്ടമാണ്. അപ്പം ഈ നെയ്മീനൊന്നും എനിക്ക് അത്ര കൂടെ താല്പര്യമില്ല. അപ്പം ഈ ജയേച്ചിയും അജിതേച്ചിയും ചൂരമീൻ കഴിക്കത്തില്ല. എനിക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഞാൻ ഈ കൂടുതലും ഉണക്കക്കൊഞ്ചിൻ്റെ റെസിപ്പി കണ്ടത് ഇവരുടെ 2 പേരുടെയും ചാനലിലാണ്, അല്ലാതെ എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഷൈനി പറഞ്ഞ് ബിജിയുടെ മീൻകറി ഉണ്ടാക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒത്തിരി പേർക്ക് മീൻകറി ഇഷ്ടമാണ്, അതാണ് ഞാൻ കൂടുതലും മീൻകറി അങ്ങ് സ്കിപ്പ് ചെയ്യാതെ പോകുന്നത്. പിന്നെ ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പിന്നെ നമ്മുടെ ജീന, വീട്ടമ്മ ജീന പറഞ്ഞ് ജീനയ്ക്കും ചൂരത്തല ഇഷ്ടമാണ്. പിന്നെ പലരും പറഞ്ഞ് ഈ ഞാൻ പറഞ്ഞു അന്ന് എന്തോ പറ്റിയെന്നോ, ഞാൻ ആ വീഡിയോ എടുത്തതിൻ്റെ അന്ന് ഞാൻ പറയുകയും ചെയ്തായിരുന്നു എനിക്കൊരു ഗഡുബഡ് പറ്റിയെന്ന് വീഡിയോയിൽ. ഞാൻ വീഡിയോ എടുത്തിട്ട് ഇട്ടില്ല, അത് എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതാണ് എനിക്കൊരു ഡൗട്ട്. ഞാൻ എന്നിട്ട് 3-4 വീഡിയോകളിൽ പോയി നോക്കി ഇത്രയിടം പറഞ്ഞതുണ്ടോയെന്ന്, പക്ഷെ എങ്ങും കണ്ടില്ല ഞാൻ. അപ്പോൾ ലക്ഷറി ഡീലർക്കാർ പറഞ്ഞു, മായ പറഞ്ഞു, പ്രീതി ചേച്ചി പറഞ്ഞു ഇത് നേരത്തെ ഇട്ട ക്ലിപ്പാണെന്നോന്നു. നേരത്തെ ഇട്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് 1-2 വീഡിയോ ചിലപ്പോൾ പെൻഡിങ് കാണും, ചിലപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ആ എടുക്കുന്ന ഇപ്പം ഇന്നത്തെ വീഡിയോ ചിലപ്പോൾ മറ്റന്നാളായിരിക്കും അങ്ങനെ ഇടുന്നത് കൊണ്ട് ഈ സൺഡേ ചില ദിവസം ഞാൻ ഇടാതിരിക്കത്തില്ല, അതുകൊണ്ട് വരുന്ന ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആകുമ്പോൾ ഞാനിങ്ങനെ എടുത്തു വെക്കുന്ന ഇൻട്രോ ഇങ്ങനെ അങ്ങ് ഫ്ലോപ്പായി പോകും. പിന്നെ ഒന്നുമില്ല. ഓക്കെ, എല്ലാവരെയും ഞാൻ എൻ്റെ പഴയതും പുതിയതുമായ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ടേ. ഇപ്പം പഴയ ആൾക്കാരും കമൻ്റ് ഇടാതൊക്കെ ഇരുന്നവരൊക്കെ. പിന്നെ എൽദോ ഐസക് എന്നും പറഞ്ഞൊരു കമൻറ്റ് എനിക്ക് ഇടുമായിരുന്നു. പുള്ളിക്കാരി ഇപ്പം കാണുന്നില്ല. പുള്ളിക്കാരി എന്ന് ഞാനങ്ങ് പറഞ്ഞത് അനിയത്തി ആയിരിക്കാം, ആണ്. നമ്മളില്ല ചില സ്ഥലത്തുള്ളവരൊക്കെ കൊച്ചുങ്ങളാണ്, ഇത്തിരി പ്രായം കുറവുള്ളവർ, അതിൽ പുള്ളിക്കാരൻ എന്നൊക്കെ പറയത്തില്ലേ, ആ അർത്ഥത്തിലാണ്. എന്നേക്കായി മൂത്ത എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്.
പിന്നെ ഗീതേച്ചിയെ പിന്നെയും കണ്ടില്ല. വിജിയും എല്ലാ വീഡിയോയ്ക്കും കറക്റ്റ് ഇട്ടുകൊണ്ടിരുന്ന കമൻസൊക്കെ ഇട്ടുകൊണ്ടിരുന്നവർ, അവരെയൊന്നും ഇപ്പം കാണുന്നില്ല. പിണങ്ങിയതാണോ ഞാൻ പുതിയ ആൾക്കാരുടെ കാര്യം പറയാനെന്നും പറഞ്ഞ്. അയ്യോ, നിങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് പുതിയ ആൾക്കാർ കേട്ടോ. അപ്പോൾ ഈ വരുന്ന പുതിയ ആൾക്കാരും പഴയതാവും. ഓക്കെ. അപ്പം നിങ്ങൾ മാവ് കണ്ടല്ലോ, നന്നായി പുളിച്ച് പൊങ്ങി ഇങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ ഒത്തിരി നേരം എനിക്ക് തോന്നുന്നു അരച്ച് വെക്കേണ്ട. അത് ഞാനൊരു 8 മണിക്കൂറൊക്കെ വെച്ചു. ഒരു ചെറിയ പുളിപ്പും ഉണ്ടായിരുന്നു. നമ്മുടെ മറ്റേ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ കട്ടിക്ക് ഉണ്ടാക്കിയാൽ അത്ര പറ്റത്തില്ല. കണ്ടില്ല ഇപ്പം പേപ്പർ പോലെ ഇരിക്കുന്നത്. എന്നിട്ട് കഴിക്കാൻ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. കഴിക്കാനൊക്കെ ടേസ്റ്റ് ഉള്ളതുപോലെ ഉണ്ട് നമുക്ക് കേട്ടോ. പിന്നെ പിള്ളേർക്കൊക്കെ മറ്റേതില്ല, അരിയുടെ ഉപയോഗിച്ചത് ഉണ്ട്, അവർക്കൊക്കെ അത്ര താല്പര്യം ഇല്ലാതാവും. അപ്പം ഞാനെന്നാൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മറിച്ചിടുമ്പോഴൊക്കെ ഇത്തിരി സൂക്ഷിച്ച് വേണം മറിച്ചിടാൻ. ഞാൻ പറഞ്ഞില്ലേ ഉഴുന്നിൻ്റെയൊക്കെ ഇത്തിരി കൂടുതലുള്ള പോലെ ഇത്തിരി സോഫ്റ്റ്നെസ് കൂടുതലായിരുന്നു. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ ഇത്രയും സോഫ്റ്റ്നെസ് ആയതുകൊണ്ട് ഞാൻ ചിന്തിച്ചെന്നാൽ ഒന്ന് പാലപ്പച്ചട്ടിയിൽ ഉണ്ടാക്കി നോക്കാമെന്ന്. പാലപ്പച്ചട്ടിയിലും അപ്പമൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. പക്ഷേ തേങ്ങയൊന്നും അരയ്ക്കാത്തതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് വരത്തില്ലല്ലേ. രൂപവും ഭംഗി എല്ലാം ഉണ്ടായിരുന്നു. ഉള്ളതുപോലെ പറയണം. ഇനി ഞാൻ അടുത്ത പ്രാവശ്യം ഇടുമ്പോൾ ഇത്ര അവിൽ ചേർക്കാതെ ഒന്ന് ഇട്ട് നോക്കട്ടെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ശരീരത്തിന് നല്ലതാണ്. ഇച്ചിരി ഷേപ്പില്ലെങ്കിലും ശരീരത്തിന് ഗുണമുള്ളതാണ്. കാരണം അരിയുടെയൊക്കെ അളവ് കുറച്ച് നമ്മൾ ഈ മില്ലറ്റൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നാട്ടെ ഞാനിങ്ങനെ പാലപ്പത്തിന് ചട്ടിക്കകത്ത് അപ്പം ഉണ്ടാക്കിയതാണ്. അത് നല്ല സോഫ്റ്റ് പേപ്പർ പോലുള്ള അപ്പമൊക്കെ ഉണ്ടാക്കി കിട്ടി നമുക്ക്. ഇതിൻ്റെ കൂടെ ഞാൻ ചമ്മന്തിയാണ് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ജവാറും കൊണ്ടുള്ള ദോശ, അത് കുഴപ്പമില്ല, നമുക്കൊക്കെ ഇഷ്ടപ്പെടും. പിള്ളേർക്ക് ചിലപ്പോഴേ ഇഷ്ടപ്പെടത്തുള്ളൂ. കാരണം ഒട്ടും നമ്മൾ റൈസിൻ്റെ അത് ഉപയോഗിക്കുന്നില്ല, ഉഴുന്നും ഇത് മാത്രം. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഉഴുന്നിൻ്റെയൊക്കെ ടേസ്റ്റ് ഇത്തിരി മുന്നിട്ട് നിൽക്കുന്നത്. അതിങ്ങനെ ദോശയാണെങ്കിൽ ഉണ്ടാക്കിയ സമയത്ത് നന്നായിട്ടങ്ങ് ഇങ്ങനെ അങ്ങ് സോഫ്റ്റ് പോലായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞ ഉടനെ കുഴപ്പമില്ല. ചമ്മന്തിയുടെയൊക്കെ കൂടെ കഴിക്കുന്നതിന് കുഴപ്പമില്ല. ഷുഗറുകാർക്കൊക്കെ ആണെങ്കിൽ ബെസ്റ്റാണ് ഇത് നമുക്കിത് കഴിക്കാൻ. അപ്പം ഷുഗർ ഇല്ലാത്തവർക്കാണെങ്കിൽ അതിൻ്റെ കൂടെ അരിയും കൂടെ ചേർക്കുകയാണെങ്കിൽ കുഴപ്പം വരത്തില്ല. ഇത് ഒരു അര ഗ്ലാസ് അരി അല്ലെങ്കിൽ 1 ഗ്ലാസ് ഇത്, 1 ഗ്ലാസ് കൂടുതൽ നമ്മൾ ജവാർ എടുത്തിട്ട് 1/2 ഗ്ലാസ് അരി, 1/2 ഗ്ലാസ് ഉഴുന്ന്, പിന്നെ അരയ്ക്കുന്ന സമയത്ത് ചോറ് വേണമെങ്കിൽ ചോറ്, അല്ലെങ്കിൽ അവൽ, അങ്ങനെ ചെയ്താൽ മതി. ഇപ്പം ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കിയോണ്ട് അവൽ എൻ്റെ ഇത്തിരി കൂടിയെന്ന് തോന്നുന്നു. കാരണം എല്ലാം കൂടെ അതിനെ ഒത്തിരി അങ്ങ് സോഫ്റ്റ്നെസ് പോലായി. ഇഡലി ഒട്ടും ഉണ്ടാക്കാൻ പറ്റിയില്ല, അത്രയ്ക്കങ്ങ് ഫ്ലാറ്റ് പോലായി. അയ്യോ, വന്ന് ഇവിടെ നിൽക്കുന്നു ഇങ്ങനെ നോക്കി. ചൂടുണ്ടല്ലോടാ. എന്തുകൊണ്ട് പറയാൻ? ഒന്നുമില്ല. ഇന്ന് എന്തോ ഉണ്ടായിരുന്നു വിശേഷം? നല്ലതായിരുന്നു. എല്ലാവരും മോൻ്റെ പാട്ട് അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തുവാ എന്തോ ഉദ്ദേശിക്കുന്നേ? താങ്ക്സ് പറയാനോ? എല്ലാ ചേച്ചിമാർക്കും, ആൻറ്റിമാർക്കും, അച്ചാച്ചന്മാർക്കും താങ്ക്സ്. ഇതെൻ്റെ ചുമപ്പൊന്നുമല്ല, ഈ മൊബൈലിൻ്റെ എന്തോ ഇതാ. ഇവിടെ ചുമപ്പ് ഇല്ലയോടെ പ്രൈസൻ. ഇത് റെഡ്, ഇവിടെ റെഡ്. അതെന്തോടാ ഈ മൊബൈൽ എൻ്റെ പോവാന്നോ ഇനി? നിന്റെ ഇവിടെ കാണണ്ട ചുമപ്പ് പോലെ. പോടെ എടുക്കാം. കണ്ടോ, ഇപ്പൊ ഇല്ലല്ലേ. ഓക്കെ. തുണി കഴിഞ്ഞു. ഇനി തുണി വിരിക്കണം. പാത്രങ്ങൾ കുറേ ഉണ്ട് കഴുകാൻ, അത് കഴുകണം. കറിയൊക്കെ ഇരിപ്പുണ്ട്. മീൻകറിയുണ്ട്, പരിപ്പ് കറിയുണ്ട്, തോരനുണ്ട്. എന്നാലും ജസ്റ്റ് ഒരു തോരൻ വെക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും എന്തോ എടുക്കുക. ഇനി ഇന്നലെ കഴുകിയ പാത്രങ്ങളെ എടുത്തിനി അതങ്ങോട്ട് അതാത് സ്ഥാനത്ത് വെച്ചിട്ടേ ഇനിയും കഴുകിയത് ഇങ്ങോട്ട് വെക്കണം.
രാവിലെ ട്യൂഷൻ ഉണ്ടായിരുന്നു 9 മണിക്ക്. അപ്പോൾ അതിന് മുമ്പിട്ട് പോകാതെ ഞാൻ പറഞ്ഞു നിർബന്ധിച്ച് ഒരെണ്ണം കഴിച്ചിട്ട് പോയി. ഇത് വന്നപ്പോൾ ആൾക്ക് വിശക്കുന്നു. അപ്പം ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു. ചപ്പാത്തി ചായക്കകത്ത് മുക്കി തിന്നുക. ബോൺവിറ്റ കുടിക്കാതെ പോയത്. അപ്പം ബോൺവിറ്റ ഇപ്പം കൊടുത്ത് ഇതൂടെ തിന്നുക. ആൾക്ക് അത്രയ്ക്ക് വിശപ്പായിപ്പോയി. ഇപ്പോൾ ഒരു 11 മണിയൊക്കെ ആയി. അപ്പം ഡാഡി അവിടെ ഇരിക്കുക, റീച്ചാൻ അവിടെ ഇരിപ്പുണ്ട്. അവരെല്ലാവരും കൂടെ കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. രാവിലെ ഇതാ ഇവിടെ പരിപാടി. ഞാൻ അടുക്കളയിലായിരിക്കും. ഇവർ അപ്പനും മക്കളും എല്ലാം കൂടെ, കൊച്ചുമക്കളും എല്ലാം കൂടെ കുറച്ച് നേരം പഠിക്കുന്ന കാര്യത്തിൽ അപ്പൻ വഴക്ക് പറയും, അല്ലാതെ കൊച്ചു വർത്താനങ്ങൾ പറയും. അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ റീച്ചാന് നാണോ വീഡിയോയിൽ വരാൻ? ചിലർ പറഞ്ഞു അപ്പച്ചനെയും കൊണ്ട് സംസാരിപ്പിക്കണേ വീഡിയോയിലെന്ന്. ഞാൻ എന്താ സംസാരിപ്പിക്കാനോ അപ്പച്ചനെയും കൊണ്ട്? അപ്പച്ചൻ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേരെ. ബായ് അല്ല, ഹായ് പറ. ഹായ് പറ, ഇങ്ങനെ ഹായ്. പാവത്തിന് ഹായ് പറയാൻ പറയണേ മനസ്സിലായല്ല. ഡാഡി റീച്ചാനും പോളിനും ഹായ് കൊടുത്തത്. ഞാൻ പറഞ്ഞ അവിടോട്ടല്ല, ഇങ്ങോട്ട് നോക്കി. അപ്പച്ചൻ എല്ലാവർക്കും ഹായ് തന്നിട്ടുണ്ട്. എടാ പഠിക്കാൻ നോക്കിനി. പഠിക്കാൻ പറഞ്ഞേ അവൻ ആദ്യം പറഞ്ഞ് 15 മിനിറ്റ് കഴിയട്ടെന്ന്. ഇപ്പം വന്നപ്പോൾ തൊട്ട് 15 മിനിറ്റ് ആയി. അപ്പം ഞാൻ റീച്ചാൻ തോന്നുന്നു റീച്ചാൻ നോക്ക് 15 മിനിറ്റ്, പിന്നെ അവൻ പറ അരമണിക്കൂറാവട്ടെന്ന്. അതാ റീച്ചാ ഉള്ളപ്പോൾ ഞാൻ റീച്ചാനെ ഏൽപ്പിക്കും. റീച്ചാൻ പറഞ്ഞ് നിനക്ക് ടെസ്റ്റാ, എളുപ്പം ഇരുന്ന് പഠിക്കാൻ പറഞ്ഞു. ഞാൻ ചിന്തിച്ചു രാവിലെ തൊട്ട് പോയിട്ട് ഒരു 15 മിനിറ്റ് ആണെങ്കിൽ ഇരുന്നോട്ടെന്ന് ചിന്തിച്ചു. അന്നേരം അവൻ അരമണിക്കൂർ വേണം. വെളിയിൽ നിന്ന് ക്ലാരിറ്റിയേ ഇല്ല. അപ്പം അരി അവിടെ ഒരു ഡ്രമ്മുണ്ട്. ഞങ്ങളുടെ കല്യാണത്തിന് ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഒരു 10-30 കിലോയിൽ കൂടുതൽ, 50 കിലോയോളം അരി ഇടാതി അങ്ങനെയുള്ളൊരു ഡ്രം. അതിൻ്റെ അകത്ത് ആ അരികളൊക്കെ എടുത്ത് വച്ചേക്കുന്നത്. അപ്പം ഈ അരി എനിക്ക് 2 ദിവസത്തേക്കിന് കാണും. കാരണം അരി വേവായതുകൊണ്ട് പിറ്റേന്ന് അത് പെട്ടെന്ന് വെന്തില്ലെങ്കിലോ എന്നും പറഞ്ഞ് നമ്മൾ തലേന്നത്തെ ഇച്ചിരി വെച്ച് വറക്കാൻ കാണും. പിന്നെ വീണ്ടും അങ്ങനെ പുതിയതിടും. അല്ലെങ്കിലും ആ സ്റ്റീൽ കലത്തിൻ്റെ അകത്ത് ഇരുന്നാഴി അരിയൊക്കെ ഇട്ട് അതിൻ്റെ മൂട്ടിപ്പറ്റാനേ ഉള്ളൂ. നമ്മൾ ഈ പുതിയത് നാട്ടിൽ നിന്ന് വാങ്ങിപ്പിച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു 3 ഗ്ലാസ്സിൽ ഇട്ടാലേ അതിൻ്റെ അടിക്ക് ഒത്തിരി ഒന്ന് പിടിക്കത്തുള്ളൂ. അപ്പോൾ പാത്രങ്ങൾ ഇനിയുണ്ട് കഴുകാൻ. ഓരോരുത്തർ രാവിലത്തെ ഒരു ട്രിപ്പ് കഴിഞ്ഞു, അടുത്ത ട്രിപ്പ് ഇരിക്കുക. അപ്പോൾ ഈ അരി കഴുകുന്ന വെള്ളം ഞാനിങ്ങനെ ബോട്ടിൽ പിടിച്ചിട്ട് ചെടിക്ക് ഒഴിക്കാനേ. ചെടിയായിട്ടൊന്നുമില്ല, പനിക്കൂർക്കയും കറ്റാർ വാഴയുമേ ഉള്ളു. ഉണ്ടായിരുന്ന കരിയാപ്പും തുളസിയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പോയി, കരിഞ്ഞു പോയി. അന്നേരം തുണികൾ ആയത് ഇനി എടുത്തൊന്ന് വിരിക്കാൻ റീച്ചാൻ പറഞ്ഞ് ഇങ്ങെടുത്തതാ ഇവിടുത്തെ പാസേജിൽ. ഇന്നലെ ആണെങ്കിൽ എന്തോ എൻ്റെ ഈ കിടലിയുടെ അവിടെ ഒരു വേദന, മേപ്പോട്ട് ഇങ്ങനെ നോക്കുമ്പം ഭയങ്കരമായിട്ടൊരു വേദന പോലെ. ഇനി കിടക്ക ഉളുക്കിയതാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ റീച്ചാൻ ഇവിടുത്തെ അങ്ങ് വിരിക്കാമെന്ന് പറഞ്ഞു. അപ്പുറത്തെ അകത്തേത് ഞാൻ കൊണ്ട് ബാൽക്കണിയിൽ ഇടാമല്ലേ. അപ്പം ഞാൻ തുണികളെല്ലാം ഒന്ന് പാർട്ടാക്കി എല്ലായിടത്തേയും ഒന്ന് കൊടുക്കുക. അപ്പോൾ തുണികളൊക്കെ കഴുകി അത് കഴിഞ്ഞ് ഇനിയും കഴുകാനുള്ള തുണികളുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അവിടെ എടുത്ത് തറയിട്ടേക്കുമായിരുന്നു. അതെല്ലാം എടുത്ത് വീണ്ടും വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല, അനു എന്നോട് ചോദിച്ചെന്ന്, ചേച്ചി എന്നും കഴുകാനുണ്ടോ, ആൻറ്റി എന്നും കഴുകാനുണ്ടെന്ന്. അപ്പോൾ അഖിൽ പറയാം ഞാനും ചിന്തിച്ചിട്ടുണ്ട് എന്നും ഈ ചേച്ചിക്ക് തുണി കഴുകാനുണ്ടോയെന്ന്. അപ്പോൾ ഓരോരുത്തരുടെയും ചിന്തയായിരുന്നേ, എല്ലാവർക്കും ഒരു ഡൗട്ടായിരുന്നേ, എന്നും ഉണ്ട് ഇത്രയും പേരുടെ ഡ്രസ്സ് മാറുന്നേല്ലേ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചാനടുത്തൊരു കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി എനിക്ക് അടുത്ത പരിപാടികൾ ചെയ്യാണ്ട്. അന്നേരം പോൾമോൻ എന്നെ അങ്ങോട്ടൊന്ന് വിളിച്ച്, ഞാൻ പറഞ്ഞ് ഇരുന്ന് പടിയടാ നീ എൻ്റെ കാര്യം നോക്കുന്നു. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ മീൻകറി ഉണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇത്തിരി ചാറ് കുറവാണ്. അപ്പം തിളച്ച ഇച്ചിരി വെള്ളം കുടിക്കാൻ തിളപ്പിച്ച വെള്ളമേ അതൊരിച്ചിരി ഒന്ന് ഒഴിച്ചിട്ട് തിളപ്പിച്ചൊന്ന് വെക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ഇച്ചിരി മല്ലിപ്പൊടിയും ചേർത്ത മീൻകറിയാണ്. പക്ഷേ ഇന്നലെ ഞാൻ പറഞ്ഞില്ല ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് രാത്രി ഞാൻ തിളപ്പിച്ച് വെച്ചു. ഇപ്പോൾ രാവിലെയും ഒന്ന് തിളപ്പിച്ച് വയ്ക്കും. എന്നിട്ട്
വൈകിട്ടുണ്ടെങ്കിൽ വൈകിട്ടും തിളപ്പിച്ച് വയ്ക്കും, ഒരു കുഴപ്പമില്ലായിരുന്നു. അതേസമയം ഇപ്പോൾ തേങ്ങ അരച്ച മീൻകറി ആണെങ്കിൽ ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കും. അപ്പോൾ തോരൻ വയ്ക്കാനേ, അപ്പം ചെറുപയർ കഴിഞ്ഞ ദിവസം നമ്മൾ കറി വെച്ചില്ലേ, അപ്പോൾ ഇത്തിരി കൂടുതലായിരുന്നു ആ ചെറുപയർ. വേവിച്ച ചെറുപയർ ഞാൻ ഇച്ചിരി കുറച്ച് ഫ്രിഡ്ജിലെടുത്തങ്ങ് വെച്ചായിരുന്നു. അതിനി ഇന്നെടുത്തങ്ങ് തോരൻ വെക്കാം. അന്നേരം ഈ പ്രൈസമ്മ അവനുണ്ടല്ലേ ചീരത്തോരൻ കഴിക്കത്തില്ല, ചീരയില കഴിക്കത്തില്ലല്ലേ. അപ്പം ഞാൻ ഇന്ന് ചിന്തിച്ച്, ഇന്നാൾ ഞാൻ അവന് അതുപോലെ അവൻ ഈ ഉണങ്ങിയ ഇവിടുത്തെ വെള്ളം വൻപയർ പോലുള്ള വലിയ പയറുണ്ട്, അത് മാത്രം തോരൻ വെച്ചാൽ എനിക്കും പോളിനൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ്. ഇവനത് ഇഷ്ടമല്ല. അപ്പോൾ ഒരു പ്രാവശ്യം ഞാനതിൽ പാലക്കിട്ടിട്ട് ആ തോരൻ വെച്ച്, ആ പയറിൻ്റെ അകത്ത് ഇത്തിരി പാലക്കിട്ട്, പക്ഷെ അന്ന് അവൻ നല്ല ടേസ്റ്റായത് കൂട്ടി. അപ്പം ഞാൻ ഇവന് വേണ്ടി ഇന്നലെ അരിഞ്ഞപ്പോൾ ചീരക്കകത്തുനിന്ന് കുറച്ച് ചീര മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഇവൻ്റെ വയറ്റി എങ്ങനെയും ചെല്ലട്ടെന്നും പറഞ്ഞ്. അപ്പം ഞാനിങ്ങനെ തോരന് വേണ്ടി ഉള്ളിയും കറിവേപ്പിലയും കടുകും എല്ലാം പൊട്ടിച്ചിട്ട് തേങ്ങയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട്, പയർ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ ഞാൻ വേവിച്ച് വെച്ചായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ ഫ്രിഡ്ജിലാണെങ്കിലും അതൊന്നുകൂടെ ഒന്ന് കല്ലിച്ച്, അതുകൊണ്ട് ഇച്ചിരി ഒന്ന് വേവണം. അപ്പം ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇച്ചിരി മുളക് പൊടി ഇത് ചേർത്തിട്ടുണ്ടേ. ആ പയറൊന്ന് കുറച്ചൊന്ന് വേവട്ടെ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഈ വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിക്കണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. അപ്പം ഒരു പ്രാവശ്യം സബ്സ്ക്രൈബ് ചെയ്തവർ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യരുതേ, അങ്ങനെയാണെങ്കിൽ അൺസബ്സ്ക്രൈബായി പോവും. അതുകൊണ്ട് ഒരു പ്രാവശ്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ചെയ്യണ്ട, ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യണേ. അപ്പം ഞാനിതിലേക്ക് ചീരയും കൂടി ഇട്ട് കൊടുത്തിട്ട്, ഒരു ഇച്ചിരി വെള്ളമുണ്ട് കേട്ടോ, ചെറിയ തീയിൽ അവിടെ ഇട്ടേക്കുക, ചീരയും കൂടെ ഒന്ന് വേവട്ടെ. അപ്പോൾ കുറച്ച് കഴിഞ്ഞാണ് നമ്മുടെ ചീരയൊക്കെ വെന്ത്, അന്നേരം ഒരു പ്രത്യേക നല്ലൊരു ടേസ്റ്റാണ് അവന് കൊടുത്തിട്ട് അവന് നന്നായി ഇഷ്ടപ്പെട്ടത്. അപ്പം നമ്മുടെ ചെറുപയറും ചീരയും കൂടി ഇട്ട തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കഴുകിയ തുണികളൊക്കെ എനിക്കൊന്ന് മടക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി, അപ്പോഴത്തേക്ക് ഇനിയിപ്പോൾ അനു വരാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മടക്കിയതിന് ശേഷം അപ്പോഴത്തേക്കിന് ചോറ് അരി അടപ്പത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ, അതൊന്ന് വാർത്തിടണം. ഞാൻ അരി വാർത്തിടുന്നത് ആദ്യം അതിൻ്റെ അകത്തെ വെള്ളം കുറച്ചങ്ങ് ഊറ്റിക്കളയും. ഈ കലത്തിൻ്റെ അകത്തല്ലേ, കലമാകുമ്പം നേരത്തെ ഞാൻ ചരുവാകുമ്പോൾ ഇവിടെ ഇങ്ങനെ ഊറ്റി ഇട്ടാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കലമാകുന്നത് കൊണ്ട് എനിക്ക് പറ്റത്തില്ല. ഞാനപ്പോൾ ആദ്യം കുറച്ച് വെള്ളം തുറന്ന് വിടുന്നുണ്ട്, എന്നിട്ട് ആ ചൂടുവെള്ളം അതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് വിടുന്നത്. എന്നിട്ട് അവിടെ ഒരു ചരുവ ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് മുക്കാലും വെള്ളം കളഞ്ഞിട്ട് ആ ചരുവത്തിൻ്റെ അകത്ത് കമത്തിയിടും. അല്ലാതെ ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ ഇട്ടാലേ വെള്ളം മൊത്തത്തിൽ പോകത്തില്ല. കാരണം ഇത് ഇത്തിരി കുടുവനായ കാലമല്ലേ, ഫ്ലാറ്റ് അല്ലല്ലോ, ചരുവാണെങ്കിൽ ഫ്ലാറ്റ് അല്ലേ. അപ്പം ഞാനങ്ങനെ അരിയും കൂടെ ഒന്ന് വാർത്തിടട്ടെ. അപ്പോൾ എൻ്റെ ജോലികളെല്ലാം ഉച്ചക്കത്തേക്ക് ഇത്രയേ ഉള്ളായിരുന്നു. ഇനി പിന്നെ വൈകിട്ടത്തെ പരിപാടികൾ അതൊന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നോട് ഇന്നലെ ചോദിച്ചു, വിജി എങ്ങനെയാ അരി വാർത്തിടുന്നതെന്ന്. അതുകൊണ്ട് ഞാൻ ഇത് സ്റ്റീലിൻ്റെ ക്ലിപ്പാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനത് പോയി, ഞങ്ങൾ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ക്ലിപ്പ്. പിന്നെ പോയി നോക്കിയിട്ട് ഇതേ ടൈപ്പ് കിട്ടിയില്ല. നല്ലയാ തുണി, ഞങ്ങൾ തുണിക്കിടാനായിട്ട് കൊണ്ടുവന്നേ. ഇപ്പോൾ എനിക്ക് ഇത് നല്ല പ്രയോജനമാണ്. അപ്പോൾ അവിടെ കിടന്നോളൂ. ഇനിയും എനിക്ക് പേടിയായി, ഈ സ്റ്റീൽ കലം ആകുമ്പോഴേ തെന്നും. അമ്മയാന്നേലും എപ്പോഴാന്നേലും ഫോൺ ചെയ്യുമ്പോൾ പറയും, അരി വാർക്കുമ്പോൾ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ സൂക്ഷിക്കണേന്ന്.